ഹായ് ഫ്രണ്ട്സ്, ഹഫ്സാസ് കിച്ചൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഞാൻ സൗജ്യ. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഇത് സിമ്പിൾ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കടക്കം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഞാൻ അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. 2 തേങ്ങ ഫൈനായി ചിരകിയതാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചിരകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പാനിൽ ഒന്ന് തേങ്ങ ചിരകിയതിന് ശേഷം ഒന്ന് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്ത് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആക്കി എടുക്കാം. അതെല്ലാം നമുക്ക് അതുപോലെ വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ ആ തേങ്ങ എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ഫൈനായി ചിരകിയതുകൊണ്ട് ഡയറക്റ്റായിട്ട് ആ തേങ്ങ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആ നെയ്യിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. നെയ്യും തേങ്ങയും നന്നായി മിക്സ് ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. ഇതിനായി ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം 2 കപ്പ് പാലിലാണ് ഈ തേങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നെയ്യും തേങ്ങയും നന്നായി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. നമ്മൾ പാലൊഴിച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു തിള വന്നതിന് ശേഷം വേണം മീഡിയത്തിലോട്ട് മാറ്റാൻ. ഇപ്പോൾ നന്നായി തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് തേങ്ങ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് അടി പിടിക്കാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഏകദേശം കുക്കായ പോലെയാണ്. അപ്പോൾ 3 കപ്പ് പാലിൽ ഇനി ഒരു 1/2 കപ്പ് കൂടെ ഒഴിച്ച് ഞാൻ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തേങ്ങ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് പാലൊഴിക്കുന്നത് എത്രത്തോളം പാലൊഴിച്ച് അതിൽ വറ്റിക്കുന്നു അത്രയും അതിന് ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിവിടെ 3 കപ്പാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ബാലൻസ് ഉള്ള 1/2 കപ്പ് കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം 2 കപ്പിലാണ് തേങ്ങ കുക്ക് ചെയ്തെടുക്കുന്നത്. അത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അത് ഏകദേശം കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് പാലോട് ഒഴിച്ച് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ 3 കപ്പ് പാലും അതിലോട്ട് ഒഴിച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തേങ്ങയും നന്നായി കുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ 1 കപ്പ് പഞ്ചസാര ചേർത്തുമ്പോൾ ഒന്നുകൂടെ ലൂസായി വരുന്നത് കാണാം. അതൊന്ന് ടൈറ്റ് ആകുന്നത് വരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് പഞ്ചസാര ചേർത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ കളറ് ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് ചേഞ്ച് ആകുന്നത് കാണാം. ഞാനിവിടെ ഏലക്ക പൊടി കൂടെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് എല്ലാം ഫൈനായി വന്നിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്ക് 1 കപ്പ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു ടേസ്റ്റ് മേക്കറാണ്. ഇത് വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. ഇനി അതല്ല നമുക്ക് ഈ കുമ്പളങ്ങ ഹൽവയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുണ്ടെങ്കിൽ അതുകൂടെ ഇതിൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അതില്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. സാധാരണ ഞാൻ അതുള്ളപ്പോഴാണ് ഇത് തേങ്ങ ബർഫി ഉണ്ടാക്കാറ്. അപ്പോൾ അതിനൊരു നല്ല ഫ്ലേവറും കിട്ടും, നല്ല കളറും കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ നമുക്ക് ഏത് ഷേപ്പിൽ വേണം അതുപോലെ ആക്കിയെടുക്കാം. നമുക്ക് ലഡു ഷേപ്പിലാണെങ്കിൽ അതുപോലെ റൗണ്ട് ആക്കിയെടുക്കാം. ഞാനിവിടെ അതല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ വേറെ ഷേപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ അതിനായി ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ മാറ്റുന്നതിന് മുമ്പ് ആ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് ഇത് മാറ്റുന്നത്. ചൂടോടുകൂടി തന്നെ മാറ്റി നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമ്മളിത് ഏത് ഷേപ്പിലാണ് എടുക്കുന്നുണ്ടെങ്കിലും അത് ചൂടോടുകൂടി തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ലഡു ഷേപ്പിലാക്കുകയാണെങ്കിൽ എളുപ്പമാണ്. ഇപ്പം തന്നെ അങ്ങനെ റൗണ്ടാക്കി എടുത്താൽ മതി.
നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെയാണ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് പാൽപ്പൊടിയോട് ഇതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ തേങ്ങ ചിരകിയത് മേലിട്ട് കൊടുക്കാം. ഏതായാലും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു വെറൈറ്റി റെസിപ്പിയുമായി കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.